ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിൻ്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. എല്ലാവർക്കും ഹായ്. ആദ്യമായിട്ട് മിഡ്നൈറ്റ് സ്റ്റാർസ് ഗ്രൂപ്പിന് എൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം മിഡ്നൈറ്റ് സ്റ്റാർസ് ഗ്രൂപ്പിൻ്റെ സർവീസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മിഡ്നൈറ്റ് സ്റ്റാർസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നോട് ഓരോ പ്രാവശ്യം ഓരോ വിഷയമൊക്കെ സംസാരിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഞാനത് തികച്ചും ഗൗരവത്തിലെടുത്ത് ഒന്ന് പഠിക്കാനും അതിനെപ്പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കാണ് ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത്. ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നത്. കാരണം ഞാനും ഒരു ആൽക്കഹോളിക്കാണ്, മദ്യാസക്തനാണ്. എൻ്റെ ഇന്നത്തെ വിഷയം ഡിസീസ് കോൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസം എന്നുള്ളതാണ്. മദ്യാസക്തിയുടെ അല്ലെങ്കിൽ മദ്യാസക്ത രോഗമെന്ന സങ്കല്പം. നമുക്കറിയാം, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, 2009 ഓഗസ്റ്റ് 15 ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ ആ മീറ്റിംഗ് റൂമിൽ നിന്നാണ് അതിശക്തമായ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ, നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഷെയറിങ് ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്, അതിൻ്റെ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ ഭാഷയിൽ അന്നത്തെ അവിടെ ഇരുന്ന പഴമക്കാർ പറഞ്ഞ ഒരു കാര്യം: മദ്യാസക്തി ഒരു രോഗമാണ്. 100 പേര് ഏല് വരുമ്പോൾ ഒരു 20 ആളുകൾ ഈ രോഗത്തിന് അടിമപ്പെടുന്നു. ബാക്കി 80 ആളുകൾ സോഷ്യൽ ഡ്രിങ്കേഴ്സ്, അല്ലെങ്കിൽ സാമൂഹിക പരമായിട്ട് കുടിക്കുന്ന, അല്ലെങ്കിൽ എൻജോയ്മെൻറ്റിന് വേണ്ടി കുടിക്കുന്ന ആളുകളായി മാറുന്നു. ഗ്രാജുവലി അവരിൽ പലരും പിന്നീട് ഈ 20% എത്തിച്ചേരുന്നു എന്നൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ അത്ഭുതം തോന്നുന്ന ഒരു മനസ്സോടെയാണ് ആ ഷെയറിംഗ് എല്ലാം കേട്ടിരുന്നത്. കാരണം ഒരു നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിച്ചിട്ടുള്ള എനിക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു അറിവ് ആദ്യത്തെ അറിവായിരുന്നു, അല്ലെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. കാരണം ഞാൻ ആദ്യത്തെ മീറ്റിങ്ങിനൊക്കെ ചെല്ലുന്ന അവരെന്തെങ്കിലും എനിക്ക് കൗൺസിൽ ചെയ്യുകയോ കൗൺസിലിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് തരികയോ ഒക്കെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാലാണ് അവിടെ ചെല്ലുന്നത്. പിന്നീട് എൻ്റെ ചിന്തകൾ, മദ്യാസക്തി ഒരു രോഗമാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മദ്യാസക്ത രോഗം ഷിബു എന്ന് പറയുന്ന എനിക്ക് ഉണ്ടോ? അത് പരിശോധിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നീട് ഉള്ള യാത്രയിലെല്ലാം ചെറിയ ചെറിയ ഷെയറിങ്ങുകളും വലിയ വലിയ ഷെയറിങ്ങുകളും സ്പീക്കർ മീറ്റിങ്ങുകളും ഡിസ്കഷൻ മീറ്റിങ്ങുകളും ഒക്കെ കേട്ടുകയും, എല്ലാത്തിനും ഉപരിയായി ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്, കാരണം നമ്മളത് പഠിക്കേണ്ട ബുക്കാണ്, വായിക്കേണ്ട ബുക്കല്ല. എന്നോട് എൻ്റെ പഴമക്കാർ പറഞ്ഞു, ഡോണ്ട് റീഡ് ഇറ്റ്, സ്റ്റഡി ഇറ്റ്. വായിച്ചു പോകരുത്, പഠിച്ചു പോകുക എന്ന്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബുക്കിനെ പറ്റി പറയുന്നത് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും വ്യത്യസ്തമായ അർത്ഥങ്ങളെ പ്രസവിക്കുന്ന ബുക്ക് എന്നാണ്. നമ്മൾ ഇന്ന് വായിച്ച പോലെ ആയിരിക്കില്ല നാളെ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ. നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന ആ ബുക്കിലൂടെ സഞ്ചരിച്ചപ്പോഴും എനിക്ക് ഈ ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസം, പ്രത്യേകിച്ച് ഡോക്ടറുടെ അഭിപ്രായം, ബില്ലിൻ്റെ കഥയൊക്കെ വായിക്കുന്ന ഭാഗങ്ങളിൽ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ആൽക്കഹോൾ എന്ന വാക്ക് എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ എന്താണ് ആൽക്കഹോളിസം, ഇതിനെപ്പറ്റിയൊക്കെ ആദ്യമേ ഒന്ന് ചിന്തിക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിന്തകളെല്ലാം ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസത്തിൻ്റെ ഒരു ആദ്യ ഭാഗം എന്ന് 2 ഭാഗങ്ങളായിട്ട് ചെയ്യാനാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യ ഭാഗത്ത് എനിക്ക് പറയാവുന്നതിൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം നമുക്ക് 2ാം ഭാഗം സംസാരിക്കാമെന്നാണ്, അല്ലെങ്കിൽ ചിന്തിക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത്. ഏതായാലും എവിടെ നിന്നാണ് ആൽക്കഹോൾ എന്ന വാക്ക് വന്നത്? ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന ഈ വേർഡ് ശരിക്കും ഒറിജിനലായിട്ട് കടന്നു വന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്.
അതൊരു അറബിക് വാക്കാണ്. അവര് ആൽക്കഹോൾ ആൽക്കുഹൽ അല്ലെങ്കിൽ ആൽക്കഹോൾ എന്ന് പറയുന്ന അവര് അറബിക് വാക്ക് അങ്ങനെയാണ് ഉപയോഗിക്കുക. സയൻസിൽ AL എന്നല്ലെങ്കിൽ അൽ എന്ന് തുടങ്ങുന്ന എന്തായാലും ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ AL ആണല്ലോ തുടങ്ങുന്നത്. അപ്പൊ സയൻസ് വെച്ച് നോക്കുമ്പോൾ ആൽ എന്ന് തുടങ്ങുന്ന ഏത് വാക്കിന്റെയും അർത്ഥം ദ കോസ് ഓഫ് ഓൾ ലൈഫ് പ്രോബ്ലം എന്നാണ്. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. അതിനെയാണ് ഈ AL എന്ന് ആദ്യമേ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളുടെയും സയന്റിഫിക് അർത്ഥമായിട്ട് നമുക്ക് കണ്ടെത്താവുന്നത്. അപ്പോൾ ശരിക്കും ആൽക്കഹോൾ എന്നുള്ള വാക്ക് കടന്നു വന്നത് അറബിക് ഭാഷയിൽ നിന്നാണ്. ഈ വാക്ക് ആദ്യ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മെത്തേഡിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൽക്കഹോൾ എന്ന് ഉപയോഗിച്ചിരുന്നത്. നമുക്ക് ഇതോടകം മനസ്സിലായി അറബികളാണ്, അറബ് ഭാഷയിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന വാക്ക് ഇൻവെന്റ് ചെയ്തത്. അവര് മേക്കപ്പ് സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാക്ക് ആൽക്കഹോൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു തുടങ്ങിയത്. കാരണം ചൈനയിലും ഈജിപ്തിലും എല്ലാം ആദ്യ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പുരാണ കാലഘട്ടങ്ങളിൽ പെർഫ്യൂം പ്രൊഡ്യൂസ് ചെയ്ത് ഇരുന്നത് ഡിസ്റ്റിലറികളിൽ മദ്യം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. പിന്നീട് ഈ സ്പിരിറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ അവര് ഒരു മെഡിസിൻ ആയിട്ടാണ് ഇത് ഉപയോഗിച്ചു തുടങ്ങിയത്. അക്വവിറ്റ എന്നാണ് ഈജിപ്തിൽ അതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. വാട്ടർ ഓഫ് ലൈഫ് എന്നാണ് അതിന്റെ, അല്ലെങ്കിൽ ജീവിതത്തിന് ആവശ്യമായ വെള്ളം എന്നാണ് അതിന്റെ അർത്ഥം. ആരാണ് ആൽക്കഹോൾ ആദ്യമായി കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ ആളുകളാണ് ആദ്യമായി കണ്ടുപിടിച്ചത് എന്ന് പറയേണ്ടി വരും. 2450 C2 2290 BC കണ്ടുപിടിച്ച ഒരു ചിത്രത്തിൽ അവർ ഈ മദ്യം ഉണ്ടാക്കുന്നതായിട്ട് പുരാവസ്തു ഗവേഷകര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു പുസ്തകത്തിൽ ഞാനത് വായിച്ചിട്ടുണ്ട്. ഈജിപ്തിലെ സിവിലൈസേഷൻ അല്ലെങ്കിൽ അവരുടെ പുരോഗതിയുടെ പാതയിൽ മനുഷ്യന്മാര് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് പിന്നീട് ബിയറായിട്ടും വൈനായിട്ടും ഒക്കെ വന്നത് എന്ന് ചരിത്ര പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോ എൻ്റെ ഒരു അനുമാനം അല്ലെങ്കിൽ എൻ്റെ ഒരു ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ ഏകദേശം ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പേ ഈ മദ്യം അല്ലെങ്കിൽ ആൽക്കഹോള് മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരു 800 BC ഇന്ത്യയിലും ചൈനയിലും ഈ റൈസിൽ നിന്ന് ഈ സ്പിരിറ്റ് ഉണ്ടാക്കി എടുത്തിരുന്നതായി ചരിത്രം പറയുന്നുണ്ട്. ഒരു ചരിത്ര പുസ്തകത്തിൽ ഞാനത് വായിച്ചിട്ടുണ്ട്. 14ാമത്തെയോ അല്ലെങ്കിൽ 15ാമത്തെയോ സെഞ്ചുറിയിലാണ് ഇറ്റലിയിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് രാജ്യങ്ങളിലും ഡിസ്റ്റിലറികൾ ഉണ്ടായിരുന്നതായിട്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസുകളിൽ ഡിസ്റ്റിലറികൾ ഉണ്ടായിരുന്നതായിട്ട് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ഡിസ്റ്റിലറി എന്ന വാക്ക് വന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിന്റെ അർത്ഥം ഡിസ്റ്റിലയർ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിസ്റ്റിലറി വന്നത്. നമുക്കറിയാം ചില വസ്തുക്കൾ ചൂടാക്കി ഒക്കെയാണ് പിന്നീടാണ് നമ്മളിത് സ്പിരിറ്റാക്കി മാറ്റുന്നത്. നമ്മുടെ ഒരു പഠന വിഷയത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകുന്നത്. നമ്മൾ വാട്ടർ ചൂടാക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഇത് ചൂടാക്കുന്നത് 78 ഡിഗ്രി സെൽഷ്യസിലാണെന്നൊക്കെ പറയുന്നു. അരിസ്റ്റോട്ടില് തന്റെ ബുക്കില് ഈ ഡിസ്റ്റിലറിയെ പറ്റി വിവരിക്കുന്നുണ്ട്. അപ്പോ ഈ കുടങ്ങളില് ഒക്കെ പണ്ട് കാലം മുതലേ ഈ സാധനം ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറയുന്ന മദ്യം ട്രഡീഷണൽ ആയിട്ട് ഡിസ്റ്റിലേഷൻ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രികളിലൊക്കെ സാൻഡ് പോട്ട് അല്ലെങ്കിൽ മണൽ കൊണ്ട് ഉണ്ടാക്കിയ കുടം വെച്ചിട്ടൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പഴയ ചരിത്രത്തിൽ പറയുന്നുണ്ട്. പിന്നീട് ഫ്രാൻസിലും സ്കോട്ട്ലൻഡിലും ഒക്കെ ഈ ഡിസ്റ്റിലറികൾ വരികയും മദ്യത്തിന്റെ വലിയ തോതിലുള്ള ഉൽപാദനം ലോകത്തുണ്ടാവുകയും ചെയ്തു. വ്യാപാര അടിസ്ഥാനത്തിലുള്ള വലിയ വലിയ ഡിസ്റ്റിലറികൾ പിന്നീട് കണ്ടുപിടിച്ചത് 1826 ഒരു ഐറിഷ് കസ്റ്റംസ് ഓഫീസറായ മിസ്റ്റർ എയനിസ് കോഫി എന്ന് വിളിക്കുന്ന ആളാണ്. അത് 1831 വലിയ തോതിൽ വ്യാപാര അടിസ്ഥാനത്തിൽ ആൽക്കഹോള് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോ നമ്മൾ ഇത്രയും ഞാൻ പറഞ്ഞ്, നമുക്കറിയാം എന്റെ വിഷയം ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസം ആണ്. പക്ഷെ ഈ ആൽക്കഹോൾ എങ്ങനെ ഉണ്ടായി, എന്തിനുണ്ടായി? ആൽക്കഹോൾ ഉണ്ടായത് പലപ്പോഴും മെഡിസിൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കും പിന്നെ ഈ പറയുന്ന പോലെ പല സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കുവാനൊക്കെ ആയിട്ടാണ് സ്പിരിറ്റ് ആദ്യം ഉണ്ടാക്കിയത്. പലപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന 2 വാക്കുകളാണ് മദ്യാസക്തി ഒരു ഡിസീസാണ് അല്ലെങ്കിൽ ഒരു ഇൽനെസ് ആണ്.
എന്താണ് ഈ ഡിസീസും ഇൽനെസ്സും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം, ഡിസീസിന് ഒരു പത്തോളജിക്കൽ പ്രോസസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു രോഗത്തിന്റെ ഒരു ലക്ഷണശാസ്ത്രമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ആ രോഗത്തിന് നിദാനമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ബയോളജിക്കലായിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ ഇൽനെസ് അങ്ങനെയല്ല. ഇൽനെസ് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ രോഗിയുടെ എക്സ്പീരിയൻസ് ആണ്, അനുഭവമാണ്. നമുക്ക് പ്രത്യേകിച്ചൊരു ലക്ഷണങ്ങളോ അല്ലെങ്കിൽ രോഗത്തിൻ്റെതായ ഒരു ഇതൊന്നും നമ്മൾ ഒരു പക്ഷെ കണ്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ അയാൾക്കത് ഇൽനെസ് ആണ് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഡിസീസും ഇൽനെസ്സും തമ്മിൽ വളരെ വലിയ ഒരു ഡിഫറൻസ് ഇല്ലെങ്കിലും നമ്മൾ ഇതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. കൂടുതലും നമുക്ക് ഡിസീസിനേക്കാൾ ഉപരിയായി പലപ്പോഴും BW ഉപയോഗിച്ചിരിക്കുന്ന പല ഭാഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇൽനെസ് എന്നാണ്. അപ്പോൾ അതിന്റെ കാരണം ഒരു വ്യക്തമായ രോഗത്തിന്റെ ലക്ഷണശാസ്ത്രം പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള നമുക്ക് ഓരോരുത്തർക്കും ആൽക്കഹോളിസത്തിന്റെ അനുഭവത്തിലൂടെ, അല്ലെങ്കിൽ ആൽക്കഹോളിസം നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെച്ച ചില അനുഭവങ്ങളിലൂടെ ഇതൊരു ഡിസീസ് ആണെന്നോ ഇൽനെസ് ആണെന്നോ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം തുടക്കത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഡിസീസും ഇൽനെസ്സും ക്ലിയർലി അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഒരാൾ ഇൽനെസ് വന്നതിന് ശേഷം അല്ലെങ്കിൽ തൻ്റെ അനുഭവത്തിലൂടെ ചില രോഗം എനിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ എനിക്ക് ചില അസുഖങ്ങൾ, നമ്മൾ മലയാളത്തിൽ ഇൽനെസ് എന്ന് പറയുന്നത് അസുഖം എന്നാണ്, അപ്പോൾ അസുഖമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എനിക്കൊരു രോഗമാണെന്ന് നമ്മൾ തീർച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ പോകുന്ന പോക്കിൽ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക എന്ന് നമുക്ക് ചില അനുഭവങ്ങളിലൂടെ സംസാരിക്കാം. ആൽക്കഹോളിസത്തെ ഡിസീസ് എന്നതിനുപരിയായി പലപ്പോഴും ശാസ്ത്രലോകം ചർച്ച ചെയ്യുന്നത് ആൽക്കഹോൾ യൂസ് ഡിസോർഡർ എന്നോ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്നാണ്. എന്താണ് സബ്സ്റ്റൻസ് ആൽക്കഹോളാണ്, കഞ്ചാവാണ്, ഡ്രഗാണ്, അല്ലെങ്കിൽ ചോക്ലേറ്റ് ആണ്, അല്ലെങ്കിൽ എന്തും അമിതമായിട്ട് ഉപയോഗിക്കുന്ന എന്തിനേയും നമുക്ക് ഈ പറയുന്ന അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഡിസോർഡർ എന്നും ഉപയോഗിക്കുന്ന സാധനത്തിന് സബ്സ്റ്റൻസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ആൽക്കഹോളാണ്. അതുകൊണ്ട് ആൽക്കഹോൾ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽക്കഹോളിനെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ പൊതുവെ ഡിസീസ് എന്നതിന് പകരം നമ്മൾ പലപ്പോഴും ശാസ്ത്രവശങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ ആയതിന്റെ ഗണത്തിലും ആൽക്കഹോളിനെ കൊണ്ടുവരാറുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് കവി അയ്യപ്പന്റെ ഒരു കവിതയുണ്ട്, അത് ഫേമസ് ആണ്. കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ